വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാർവലസ് ലൈറ്റിൻ്റെ മീഡിയ മിനിസ്ട്രീസ്ക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വചനത്തിൻ്റെ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് പലതിലും നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് പറയാനിടയായി. അതുമാത്രമല്ല, ഒസിയുടെ ലേഖനം 4:6 എൻ്റെ ജനം നശിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ പലപ്പോഴും ഒന്നുമല്ല, 1 പത്രോസ് 1:23 നിങ്ങൾ കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നെഴുതി. വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് വചനത്തിലാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി വചനത്തിലൂടെ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. കാരണം വചനത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഇനി വചനമായിരിക്കണം നമ്മുടെ ആത്മീയ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൽ പോയി ഒരു ദൈവദാസൻ്റെ കയ്യൊപ്പ് കിട്ടുന്നതോ നല്ല കാര്യമാണ്. ഞാൻ കയ്യൊപ്പിൽ വിശ്വസിക്കുന്നു, ഞാനും പോകുന്ന മനുഷ്യനാണ്. പക്ഷേ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണെങ്കിൽ അതൊരു ഓവർനൈറ്റ് സക്സസ് പോലെ ഒരു രാത്രി കൊണ്ട് വിജയകരമായ ഒരു ജീവിതം നയിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു സെൽഫ് എഫർട്ടുണ്ട്. അതിലാണ് നമ്മൾ വചനത്തിൽ റൂട്ട് പിടിച്ച് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയല്ല, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് സംസാരിക്കുക. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ട സുവിശേഷത്തിൻ്റെ പ്രശ്നമാണോ എനിക്കറിയത്തില്ല. കാരണം പലരും സുവിശേഷം പറയുന്നത് പല രീതിയിലാണ്. ചിലവർ കേട്ട സുവിശേഷം, നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നമെല്ലാം മാറി, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ജോലി കിട്ടും, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഇന്നത്തെ ബിസിനസ്സിൻ്റെ വർധനവ് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം, അങ്ങനെ ഒരുപാട് നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് പലരും പറയുകയാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജോലി പ്രൊമോഷൻ കിട്ടുമെന്നോ ബിസിനസ് വർദ്ധിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് യേശു കർത്താവ് എന്നെ പിതാവാം ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവരാജ്യം, നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവ്, നഷ്ടപ്പെട്ട ദൈവമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം റീകണക്ഷനാണ്. അതാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ റിപ്പൻറ്റൻസിൽ സംഭവിക്കുന്നത് റീകണക്ഷനാണ്. സകലത്തിൻ്റെ മേലും വാഴുവാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ആ സ്ഥാനത്ത് നിന്ന് വീണു പോയത് തിരിച്ചൊടുക്കത്തെ ആദാം, അല്ലേ? 1 കൊരിന്ത്യർ 15:45 ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു കർത്താവ് വഴി നമുക്ക് വീഴ്ചയ്ക്ക് മുമ്പെയുള്ള ആദാമിൻ്റെ പൊസിഷൻ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നല്ല, രക്ഷിക്കപ്പെട്ടവർക്കും പ്രശ്നമുണ്ട്, ദൈവത്തെ അറിയാത്തവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ പലരും, ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങൾ ഭൂതങ്ങളെ ശാസിക്കുന്നില്ലല്ല, വിശ്വാസികളിൽ നിന്ന് എങ്ങനെയാണ് ഭൂതത്തെ ശാസിക്കുന്നത്? അതാണ് പുള്ളിയുടെ പ്രശ്നം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം പുള്ളി ചിന്തിച്ചിരിക്കുന്നൊരു കാര്യം, വിശ്വാസിക്ക് അല്ലെങ്കിൽ യേശുവിനെ ക്ഷണനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ അഭിഷേകമൊക്കെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഭക്തൻ്റെ മേൽ പിശാച് കയറരുത്. പുള്ളി ചിന്തിച്ചത് നല്ലതാണ്, ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ കയറി ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിനിപ്പോൾ പിശാചിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കയറിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ അന്വേഷിച്ച് നടക്കണം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ ശുശ്രൂഷ ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ നോട്ടീസ് കണ്ടു കാണും, പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ളൊരു വിടുതൽ. അപ്പോൾ പലരും കേട്ടിട്ട് പോലും, എന്ത് ഈ പൈശാചിക ബന്ധനം, ഈ നൂറ്റാണ്ടുകളിലൊക്കെ അതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ പൈശാചിക ബന്ധനം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മീറ്റിങ്ങിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ തൃശ്ശൂരിൽ 8 മണിക്ക് പറവട്ടാനിയിലുള്ള നെല്ലിക്കുന്ന് എൽനോർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇപ്പോൾ കടവന്ത്ര ഗിരിനഗർ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരുവിധം എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ പൈശാചിക ബന്ധനത്തിനുള്ളൊരു
വിടിവിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിടിവിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സംശയം അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കത്തില്ല ഈ വിഷയം, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാമല്ലോ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സത്യാന്വേഷികളെ ഞാൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യും, സല്യൂട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ വെറുതെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ട് 4 അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് വന്നിട്ടത് ശരിയാണോ തെറ്റാണോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ കഷ്ടങ്ങൾ എല്ലാവർക്കുമുണ്ട്, പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്, പൈശാചികബന്ധനങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാറിക്കൊള്ളണമെന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടാൽ കാണരുത് എന്നാരും ചിന്തിച്ചാൽ സത്യമാണ്. കാരണം അതിനെ അതിജീവിക്കാനാണ് ദൈവം നമ്മിൽ വന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇന്ന് ലോകത്തിൽ പ്രശ്നമുണ്ട്, കഷ്ടങ്ങളുണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അപ്പുറം കഷ്ടങ്ങളില്ലെന്നും ഞാൻ പറഞ്ഞില്ല. യേശു മുഖാന്തരവും സുവിശേഷ മുഖാന്തരമുള്ള കഷ്ടങ്ങൾ അത് മാറണമെന്നില്ല, മാറാതിരിക്കാം. അങ്ങനെ ദൈവം അത് അനുവദിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ബാക്കിയുള്ള വിഷയങ്ങളുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങൾ അത് ദാരിദ്ര്യമായിരിക്കാം, കുടുംബജീവിത തകർച്ചയായിരിക്കാം, മക്കളുടെ അനുസരണക്കേടായിരിക്കാം, മാറി വരുന്ന രോഗങ്ങളായിരിക്കാം, കടബാധ്യതയായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, ബിസിനസ്സിൻ്റെ തകർച്ചയായിരിക്കാം, വല്ലവരും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള വിശ്വാസമായിരിക്കാം, ജോലി തകർച്ചയായിരിക്കാം, എന്ത് ശ്രമിച്ചിട്ടും മുന്നോട്ട് കയറാൻ കഴിയാത്തതായിരിക്കാം, ഇല്ലെങ്കിൽ കൃഷിയുടെ വിഷയത്തിലുള്ള പ്രശ്നമായിരിക്കാം, വിദ്യാഭ്യാസ മേഖലയുള്ള പ്രശ്നമായിരിക്കാം, തലമുറയില്ലാത്ത പ്രശ്നമായിരിക്കാം, വിവാഹം നടക്കാത്ത പ്രശ്നമായിരിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കടന്നു വരും. ഇതിനെ അതിജീവിക്കാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് കഴിയണം. കാരണം പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നല്ല, എനിക്ക് ക്രിസ്തുവിലെല്ലാം ചെയ്യാൻ കഴിയും. ആ പൗലോസിൻ്റെ അകത്തുണ്ടായിരുന്ന അതേ ക്രിസ്തു കൊലോസ്യർ 1:26 അദ്ദേഹം എഴുതി, ഇപ്പം നിങ്ങളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജയാളിയായ വിജയകരമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ മെസ്സേജ് കേൾക്കുക, ബാക്കിയുള്ളതെല്ലാം ദൈവാത്മാവ് എന്തു പറയുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ ഇന്നും 2-3 ദിവസത്തെ മെസ്സേജിലായിരിക്കും ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഏതായാലും ഉറപ്പാണ് നിങ്ങൾക്കിത് പ്രയോജനമായിരിക്കും. ആമേൻ. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എനിക്ക് ആ ഭാഗം മാത്രം മതി. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒരുപോലെ കാണും. നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പ്രശ്നങ്ങൾ മാറത്തില്ല. വളരെ ശ്രദ്ധിക്കുക. ടി വിയിൽ എന്നെ കേൾക്കുന്നവരോടും കൂടെ ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആരുടെയും പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവർക്ക് പ്രശ്നത്തെ മാറ്റാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി, സാധാരണ ഒരു വ്യക്തിയിൽ ഒരു പ്രശ്നം വന്നാൽ തീയിലൂടെ അതിനെ കടത്തി വിട്ടാൽ അത് ചാരം പോലെ പുറത്തു വരുമ്പോൾ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തീയിലൂടെ പോയാൽ സ്വർണം മാറ്റുകൂട്ടിയത് പുറത്തു വരും. അപ്പം നിങ്ങളുടെ പ്രതികൂലങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്നോട് പറഞ്ഞ സുവിശേഷം നിങ്ങളെല്ലാ പ്രശ്നവും മാറും എന്നാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ആത്മാവിൽ ആരാധിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാറാത്തത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയമാണ്, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ട പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? അതിൻ്റെ മറുപടി ഞാൻ പറയാം. രക്ഷിക്കപ്പെട്ടത് കറക്റ്റാണ്, അതിന് യാതൊരു സംശയവും വേണ്ട, നിങ്ങളെ രക്ഷ ഒറിജിനല. പിന്നെ പ്രശ്നം വരുന്നത്, ഓക്കെ, 1 യോഹന്നാൻ 1 John 5:19, 1 യോഹന്നാൻ 5:19 ഒന്ന് വായിച്ചേ.
നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. ഉറപ്പല്ലേ? നാം ആരിൽ നിന്ന്? ദൈവത്തിൽ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അറിയുന്നു. ആ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഓ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഓക്കെ, നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് നമ്മൾ അറിയുന്നു. സർവ്വലോകവും ദൈവത്തിൻ്റെ കൺട്രോളിലല്ല, ദുഷ്ടൻ്റെ കൺട്രോളിലാണ്. ഇവിടെ ഈ ലോകം, കോസ്മോസ് മുഴുവനും നിയന്ത്രിക്കുന്നത് ദൈവമല്ല, ഇത് നിയന്ത്രിക്കുന്നത് പൈശാചികത. ഇതിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം സ്പിരിച്വലി സ്മാർട്ടായാൽ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആത്മീയമായിട്ട് നിങ്ങൾ മിടുക്കന്മാരായാൽ, അല്ല രക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല, സ്നാനപ്പെട്ടത് കൊണ്ടല്ല, ആത്മീയമായി നിങ്ങൾ സാമർഥ്യമുള്ളവരായി തീർന്നാൽ നിങ്ങൾക്കിതിനെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ 2 ഓപ്ഷൻ നമുക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ശത്രുവിന് കീഴടങ്ങുക, ഇല്ലെങ്കിൽ അവനെ ജയിക്കുക. ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കലും പിശാചിൻ്റെ കീഴ്പ്പെടാൻ നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. സകലത്തിൻ്റെ മേൽ വാഴുവാനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സകലത്തിൻ്റെ മേലും വാഴുക. ദൈവത്തിൻ്റെ വചനം അകത്ത് കയറാതിരിപ്പാൻ പിശാചുക്കൾ പെടാപ്പാട് വിടുകയാണ്. ആരുടെ? നിങ്ങളകത്ത്. നല്ലത് നിലത്ത് വചനം വീണാൽ ദൈവം ഉദ്ദേശിച്ചത് നടക്കും. ഹല്ലേലൂയ. ഒരു വിത്തിൽ ദൈവം അതിൻ്റെ പൂർണ്ണത പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒരു വിത്തിൽ. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ അതാ സംസാരിച്ചത്. ഒരു മാങ്ങാണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു. അത് വെറും കിളിർത്ത ഒരു തെയ്യാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് മാങ്ങ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു മരമാണ് ദൈവത്തിൻ്റെ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനി. യെസ്, ഇതുപോലെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വിത്തുകളിലും ഒരു ഫൈനൽ സ്റ്റേജുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിന് ഒരു വിത്തായാൽ മാത്രം പോരാ, ആ വിത്തിനെ കുഴിച്ചിട്ടിട്ട് അതിനാവശ്യത്തിന് വെള്ളവും വളവും ഇട്ട് കൊടുത്ത് അതിനെ പരിപാലിച്ചാൽ അതെന്ത് ഉദ്ദേശിക്കുന്നു ആ ഫലം നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഈ മരം വളർന്നു വരുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ളത് ഇവിടുത്തെ റബ്ബർ തൈയാണ്. ബഡ് തൈ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ കൊണ്ടുപോയി അത് പറമ്പിൽ നടുന്ന സമയത്ത് ചിലവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങളെ നോക്കാൻ ഇത്ര പ്രയാസമില്ല, അത്രയും പ്രയാസമാണ് ഈ ബഡ് തൈയിനെ ഒരു റബ്ബറാക്കി മാറ്റാനുള്ള, മരമാക്കി മാറ്റാനുള്ള പ്രയത്നം എന്ന് പറയുന്നത്. ഇത് ചെറിയതല്ല. ഏത് കാര്യത്തിനും നിങ്ങൾ നോക്കണം, ഒന്നിന് ആരംഭിച്ചത് കൊണ്ടത് മെച്ചോർഡാകത്തില്ല, അതിനെ വളർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ഒരു ക്രിസ്ത്യൻ മെച്യൂരിറ്റി അതില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം, മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് തോറ്റു ജീവിക്കേണ്ട ഒരു ഗതികേട് വരും. നിങ്ങളെ ജയിപ്പിക്കാൻ ഒരു ദൈവദാസൻ നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ കുടുംബക്കാർ പോലും നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങളുടെ പ്രശ്നത്തിൽ പലപ്പോഴും നിങ്ങൾക്കിലെ കുറ്റക്കാരാക്കാനേ ആൾ കാണത്തുള്ളൂ. നിങ്ങളുടെ പ്രതികൂലത്തിൽ കൂട്ടുവിശ്വാസി കാണത്തില്ല. നിങ്ങളോട് എല്ലാ സമയത്തും ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരുത്തനും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഏത് മരുഭൂമിയിലും, യേശു കർത്താവ് മരുഭൂമിയിൽ ഒറ്റയ്ക്കായപ്പോൾ പിശാച് വന്നപ്പോൾ ആ ജയിച്ച അതേ ആത്മാവ് ഇന്ന് എന്നിലും നിങ്ങളിലും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ സെന്റ് ജോൺ ചാപ്റ്റർ 16 verses 33 says, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ല എന്നല്ല, കഷ്ടമുണ്ട്.
ഹല്ലേലൂയ. പക്ഷേ അതുകൊണ്ട് ഇരുന്ന് കരയാനല്ല പറഞ്ഞത്. ചിലവർക്ക് ആ ഭാഗം കേട്ടപ്പോൾ വലിയ സന്തോഷമായോ, യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ പ്രോസ്പറായി പോകുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ. എൻ്റെ അടുക്കൽ ഈ ജനം വന്നിരിക്കുന്നത് തോൽക്കാനല്ല, ജയിക്കാനാണ്. എൻ്റെ മെസ്സേജ് ഇപ്പം ടി വിയിലൂടെ കേൾക്കുന്നത് ഒരു രോഗം വരാനോ ഭയം കയറാനോ പരാജിതരായി തീരാനോ അല്ല. അവരുടെ പരാജയത്തിൽ എങ്ങനെ കരകയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ ടി വിയുടെ മുമ്പിൽ അരമണിക്കൂർ ഇരിക്കുന്നത്. അപ്പം ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളെ തോൽപ്പിക്കുന്ന ദൈവം, നിങ്ങളെ രോഗിയാക്കുന്ന ദൈവം, നിങ്ങളെ കടഭാരത്തിലാക്കുന്ന ദൈവം അതല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ എല്ലായ്പ്പോഴും കൂടെയുള്ളവൻ. അതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ഒരു കഷ്ടത വന്നാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത പ്രൊമോഷനാണ്. ദൈവത്തിൽ നിന്ന് ഒരു കഷ്ടത വന്നാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത പ്രൊമോഷനാണ്. ബൈബിൾ മുഴുവനും നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയവർ അവരാരും 2ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോയിട്ടില്ല. അവരെല്ലാം 3ാം ക്ലാസ്സിലേക്ക് കയറിയവരാണ്. യെസ്, ടെസ്റ്റിലൂടെ ആരെല്ലാം പാസ് ചെയ്ത് പോയിട്ടുണ്ടോ അവരുടെ എല്ലാം പേര് മാറി. ഉദാഹരണത്തിന് ദൈവം ഒരിക്കലും ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല. ആദ്യത്തെ ഉദാഹരണം, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. നിന്റെ ഏകജാതനായ കുഞ്ഞിനെ, ശിശുവിനെ, ബാലിനെ യാഗം കഴിപ്പിക്കുക. ഈ ഒരു ശബ്ദം അബ്രഹാം കേട്ടപ്പോൾ വലിയൊരു ടെസ്റ്റാണ്. ഒരു സംശയം കൂടാതെ ഈ ബാലിനെ വിറകിൻ്റെ മുകളിൽ അടുക്കി വെച്ച് വാളുമായി നിൽക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവം പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അപ്പൻ, വെട്ടുകയാണെങ്കിൽ വെട്ടട്ടെന്ന് പറഞ്ഞ് കടന്നു കൊടുക്കുന്നൊരു മോൻ. ഇതിൻ്റെ മധ്യത്തിൽ രണ്ടുപേരും ഒരുങ്ങിയിരിക്കുന്നു അനുസരിക്കാൻ എന്നറിഞ്ഞപ്പോൾ ദൈവം മുന്നേ അബ്രഹാമേ ബാലിന് മേൽ കൈവയ്ക്കല്ലേ, നിനക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ കാണുന്നത്, ഇത് ചെയ്യുവാൻ നീ മടി കാണിക്കായികയാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. ഓൾറെഡി ബ്ലെസ്സഡ് ആണ് അബ്രഹാം, അനുഗ്രഹിക്കപ്പെട്ടവനാണ് അബ്രഹാം. പക്ഷേ ഒന്നുകൂടെ അനുസരിക്കുന്നതിനനുസരിച്ച് ബ്ലെസ്സിങ് ഇങ്ങനെ വർദ്ധിച്ച് വരിക. നിങ്ങൾ എത്രത്തോളം ദൈവത്തെ അനുസരിക്കുന്നു അത്രത്തോളം അനുഗ്രഹം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ അനുസരണത്തിനനുസരിച്ച് നിങ്ങൾ ബ്ലെസ്സഡ് ആകും. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ കാണുന്നത്, ഇസ്ഹാക്കിന് ടെസ്റ്റ് ഉണ്ടായി. ക്ഷാമകാലത്ത് വിതച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. യാക്കോബിന് കഷ്ടതയുണ്ടായി. യാക്കോബിന് കഷ്ടതയുണ്ടായപ്പോൾ യാക്കോബിനെ വിടുവിക്കുകയല്ല, ഇനി നിൻ്റെ പേര് യാക്കോബല്ല, ദൈവത്തോട് മത്സരിച്ച് നീ ജയിച്ചതുകൊണ്ട്, ഈ ടെസ്റ്റിൽ നീ പാസ്സായതുകൊണ്ട് ഇന്ന് നിന്നെ പല്ലേറിയതും മൂർച്ചേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി ഞാൻ ഇതിനെ ഇസ്രായേലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പം യാക്കോബല്ല, ഇപ്പം ഇസ്രായേൽ. 40 വർഷമായിരുന്നു മോശയുടെ ടെസ്റ്റ്. കൊട്ടാരത്തിൽ 40 വർഷം സുഖജീവിതം അനുഭവിച്ചിരിക്കുന്ന മോശ ഇപ്പം അടുത്ത 40 വർഷം മരുഭൂമിയിൽ കഠിനമായ അനുഭവത്തിലൂടെ കടന്നുപോയി. അത് നിങ്ങൾക്ക് നല്ല സുപരിചിതമായ ഒരു ക്യാരക്ടറാണ് മോശ. ഇപ്പം എല്ലാവരും വിചാരിച്ച് കാണും ദാറ്റ്സ് എൻഡ് ഓഫ് ദ സ്റ്റോറി. കാരണം 120 വർഷം ജീവിച്ചിരുന്ന മോശയ്ക്ക് 40 വർഷം നല്ല ഹയർ ലെവലിൽ കൊട്ടാരത്തിൽ കഴിഞ്ഞ് റോയൽ സ്റ്റാറ്റസിൽ ജീവിച്ചിരുന്ന മോശ ഇപ്പോൾ തോഴനുമില്ല, തോഴിയുമില്ല,
ഇഷ്ടമുള്ളൊരു ആഹാരം പോലും കഴിക്കാൻ ഗതിയില്ലാതെ ഒരു ഹീറോ ആയിരുന്ന മനുഷ്യൻ സീറോ ആയിരിക്കുന്നൊരവസ്ഥ 80-ാമത്തെ വയസ്സ് വരെ നമുക്കറിയാം. അപ്പോൾ തീർന്നു എന്ന് പറയുന്നിടത്ത് ആരംഭിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എൻ്റെ തീർന്നു എന്നുള്ള അവസ്ഥയിൽ പുതിയതാരംഭിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ സമ്പടിയായിട്ട് ജീവിച്ച മനുഷ്യൻ അടുത്ത 40 വർഷം നോബഡിയായി കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്നവരെന്താ ചെയ്യുന്നത്? എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ്. ഇപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആണെങ്കിൽ അത് ശരിയാ, അവർ പറഞ്ഞത് ശരിയാ. ആരും പിന്നെ നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും മുഴുവൻ ക്രിസ്തുവിലാണ്. മനുഷ്യരിലല്ല, കുടുംബത്തിലല്ല, സ്വത്തിലല്ല, വിദ്യാഭ്യാസത്തിലല്ല, പൊസിഷനിലല്ല, ക്രിസ്തുവിലാണ്. ഓ ജീസസ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നാട്ടുകാർക്ക് വല്ലതും പറയാനുണ്ട്, നമ്മളൊരു പരിഹാസപാത്രമാണ്. എങ്ങനെ ജീവിച്ച മനുഷ്യരാ, അവരുടെ കുടുംബം എങ്ങനെ ഉണ്ടായിരുന്നവരാ, ഇപ്പം കണ്ടില്ലേ നാനാവിധമായി ഛിന്ന ഭിന്നമായി എന്നൊക്കെ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് അതൊരു തളർത്തുന്ന ശബ്ദമല്ല. ഇപ്പം നിങ്ങൾ അവരോടൊന്നും പറഞ്ഞില്ലേലും നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ അകത്ത സ്പിരിറ്റ് സംസാരിക്കും, അവർക്ക് വരാൻ പോകുന്നത് നീ കണ്ടിട്ടില്ല. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുന്നതിൻ്റെ കാര്യം ഒന്ന്, നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്പടിയായിരുന്നു ഒരു മനുഷ്യനാണ്. ഒരു നാടുവാഴി കുടുംബമായിരുന്നു എൻ്റെ. അവിടെ നിന്ന് ഞാൻ മരിക്കാനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഇന്ന് മരിക്കാൻ വരുന്നവർ നമ്മുടെ ശുശ്രൂഷയിൽ ജീവിക്കാൻ തീരുമാനിക്കുക. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റിട്ടല്ല നിൽക്കുന്നത്. പഴയത് കഴിഞ്ഞുപോയി, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, പഴയത് കഴിഞ്ഞുപോയി. പാസ്റ്റ് ഈസ് ഓവർ. പുതിയതൊന്നും ദൈവം ചെയ്യാൻ പോകുകയാണ്. തോമസിനെ പോലെ സംശയമുള്ളവർ സഭയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാനും ആ സമയത്തൊരു തോമസ് ആയിരുന്നു, ഡൗട്ടിങ് തോമസ്. എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലർ ചിരിച്ചേറ്റെടുത്തെങ്കിലും ചിലർക്ക് അകത്തൊരു സംശയമുണ്ട്. സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ അനുഭവങ്ങളിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ വേറൊരു കൂട്ടർ കാഴ്ചയിൽ ജീവിക്കുന്നവരാണ്. ഈ രണ്ട് കൂട്ടർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു സാധ്യതയുമില്ല. മുന്നിൽ ചെങ്കടൽ, പിറകോട്ടോടിയാൽ ഫറവോൻ, സൈഡിലേക്ക് ഓടിയാൽ മിസ്രൈം, ഈജിപ്തിൻ്റെ 2 സൈഡ് എവിടേക്ക് ഓടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശത്രുവിന് കീഴടങ്ങേണ്ടി വന്നവരാണ് ഞാനും നിങ്ങൾ. ഇന്ന് അവൻ എൻ്റെ ശത്രുവായി എൻ്റെ കാൽ കീഴിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ മാസ്റ്ററായി മാറി. അത് ഞാൻ തെളിയിച്ചിട്ടല്ലേ ഞാൻ പോകത്തുള്ളൂ. ഓക്കെ. ഈ അനുഭവങ്ങളിൽ ജീവിക്കുന്നവർക്കും കാഴ്ചയിൽ ജീവിക്കുന്നവർക്കും ഇത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് നടക്കുന്ന വല്ല കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, രക്ഷിക്കപ്പെട്ടവർക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ശരി, യേശുവിനെ അറിയുന്നതിന് മുമ്പേ ശരി, നമുക്കത് സമ്മതിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പക്ഷെ ഒരു വിത്തിന് കായ്ക്കാനുള്ളൊരു മരമാകാൻ ഒരു സമയമുണ്ട്. അതിനാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടത്, യഹോവയെ കാത്തിരിക്കുക. ഓ ജീസസ്, അവരാരും ലജ്ജിച്ചു പോകയില്ല. നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല. ഓ, യഹോവയെ കാത്തിരിക്കുന്നവർ, കാത്തിരിപ്പ്. ഓ
ഓരോ ദിവസവും ദൈവത്തോടങ്ങ് പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തോട് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എങ്ങനെ? നിസ്സഹായാവസ്ഥയിൽ അമ്മയുടെ ഒക്കത്തിരിക്കുന്നൊരു കുഞ്ഞ് പെട്ടെന്ന് ആക്രമിക്കാൻ വരുന്നൊരു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും വന്നാൽ കണ്ണടച്ച് അമ്മയെ അള്ളിപ്പിടിക്കുന്നത് പോലെ, അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ എന്നെ ആര് താങ്ങിയിരിക്കുന്നു അവരെ അള്ളിപ്പിടിക്കുന്നത് പോലെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അറിയാവുന്ന ദൈവം തൻ്റെ ശക്തി നമ്മിൽ പകർന്നത് ജീസസ്. തോൽക്കാനല്ല, ഇനി ഒരിക്കലും ഒരു കാലത്ത് നീ തോൽക്കാതിരിപ്പാൻ. തോൽവി നിന്റെ നിഘണ്ടുവിൽ കാണരുത്. തോൽവി നിന്റെ നിഘണ്ടുവിൽ കാണരുത്. നിനക്ക് തോൽവി ഇല്ല, 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 ഇല്ല. നിനക്ക് തോൽവിയില്ല, നിനക്ക് തോൽവിയില്ല, നിനക്ക് തോൽവിയില്ല, നിനക്ക് തോൽവിയില്ല, നിനക്ക് തോൽവിയില്ല, നിനക്ക് തോൽവിയില്ല. പിശാച് കള്ളനാണ്. അവൻ കള്ളം പറയുന്നവൻ്റെ അപ്പനാണ്. അവൻ കള്ളമേ പറയത്തുള്ളൂ, കള്ളമേ പറയത്തുള്ളൂ, കള്ളമേ പറയത്തുള്ളൂ. നീ തോൽക്കത്തില്ല. നിനക്ക് തോൽവിയില്ല, ഇല്ല, 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 ഇല്ല. 100% നിനക്ക് തോൽവിയില്ല. മെസ്സേജ് നിങ്ങൾ കേട്ടു. ബലമായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഇതിനെ തരണം ചെയ്യാനുള്ള എളുപ്പവഴിയൊന്നുമില്ല. ഒരു വഴിയേ ഉള്ളൂ, കർത്താവിൽ ബലപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷ വിചാരിക്കാതെ കേൾക്കുന്ന ദൈവമേ, ഇന്ന് പരിപൂർണമായി അവരനുഭവിക്കുന്ന വ്യതകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ജയം നൽകുന്ന, ഇതിലെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണ ജയം നൽകുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു പരിപൂർണ്ണ വിടുതൽ കർത്താവെ ഇന്ന് ഈ പ്രസംഗം ശ്രദ്ധിച്ച് ഏവർക്കും ഞാൻ കൽപ്പിച്ചാക്കുന്നു. അത്ഭുതകരമായി കടഭാരത്തിലും കർത്താവെ ഡോക്യുമെൻറ്റേഷൻ്റെ വിഷയത്തിൽ വിദേശത്തിൽ പോകുവാനോ അതോ വിദേശത്തിലായിരിക്കുന്നവരോ എന്തെന്നറിയുന്നില്ല, ഡോക്യുമെൻറ്റേഷൻ്റെ പ്രയാസത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ആ വിഷയത്തിൽ ഒരു അത്ഭുത വിടുതൽ അവർക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ചും കർത്താവെ യൂറിനറി ഇൻഫെക്ഷൻ റൂട്ടോടുകൂടി ഇപ്പോൾ കരിഞ്ഞു മാറട്ടെ. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ചില വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് പരിപൂർണ്ണ മറുപടിയാകട്ടെ. TB പരിപൂർണമായി സൗഖ്യമാകട്ടെ. കർത്താവെ, എന്നാണ് എൻ്റെ വിടുതൽ, എന്നാണ് എൻ്റെ ജീവിതത്തിലൊരു അനക്കം വയ്ക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തൊടുന്നതെല്ലാം അവർക്ക് തോൽവിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ജയമില്ല എന്ന് ശത്രു അവരുടെ മനസ്സിൽ സംസാരിച്ചത് അവർ വിശ്വസിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. എന്നാൽ പിശാചിൻ്റെ ആ ശബ്ദത്തെ ഞങ്ങൾ തകർത്തിട്ട് ദൈവത്തിൻ്റെ ശബ്ദം ഇവരെ ഉയർത്തുകയും ഇവരുടെ അനുഭവങ്ങളല്ല, വിശ്വാസത്തിൽ ദൈവം വലിയ വഴികളും വാതിലുകളും തുറക്കും എന്ന് പൂർണ്ണമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ അവരോട് ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അവരുടെ ശരീരങ്ങൾ ദൈവമിരിക്കുന്ന ശരീരമാണ്, ദൈവം വസിക്കുന്ന മന്ദിരമാണ്. പിശാചിന് ഒരു കാരണവശാലും അവരുടെ ശരീരത്തിൽ കയറിയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അധികാരമില്ലാതെ അവരുടെ ശരീരത്തെ ആവാഹിച്ചിരിക്കുന്ന എല്ലാ സാത്താന്യ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ എതിർത്ത് നിന്നാൽ ഓടിപ്പോകുമെന്നുള്ള യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യമനുസരിച്ച് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ എതിർത്ത് നിൽക്കുന്നു. അതിപ്പോൾ വിട്ടുമാറട്ടെ. അത്ഭുത സൗഖ്യവും വിടുതലും ഇപ്പോൾ അവർക്കുണ്ടാകട്ടെ. പരിപൂർണമായ പ്രയത്നം കൽപ്പിച്ചാക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സ്വകപിതാവേ, ആമേൻ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ച് പറയുക. വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. യൂട്യൂബിൽ ഞങ്ങളുടെ മെസ്സേജുകളെല്ലാം പുതിയതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മെസ്സേജുകളെല്ലാം CD ഈ എറണാകുളത്തും തൃശ്ശൂരും എല്ലാ വ്യാഴാഴ്ചയും പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ വെച്ച് തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്. വ്യാഴാഴ്ചകളാണ് രാവിലെ 10 മണി മുതൽ 1 മണി വരെ. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാം CD അവൈലബിളാണ്. ഇതെല്ലാം നോട്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ പ്രയർ ലൈനിൽ അവർ വിളിച്ച് പറയും. നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.